നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ വാളിലോട്ട് സ്കേർട്ടിംഗ് കൊടുക്കാറുണ്ട്. നോർമലി 10 സെന്റിമീറ്ററാണ് സ്കേർട്ടിംഗ് കൊടുക്കാറുള്ളത്. അത് രണ്ട് തരത്തിലാണ് സ്കേർട്ടിംഗ് കൊടുക്കാറുള്ളത്. ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടും, അതായത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലും, ഒന്ന് വാളിനോട് ചുമരിനോട് ഫ്ലഷ് ആയിട്ട് ഒരേ നിരയിൽ വരുന്നത് പോലെയാണ് നമ്മൾ പ്രൊജക്ഷൻ കൊടുക്കാറുള്ളത്, സ്കേർട്ടിംഗ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ആർക്കിടെക്ട്സ് ഒക്കെ അധികം സജസ്റ്റ് ചെയ്യുന്നത് ഈ ഫ്ലഷ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ്. കാരണം അതാണ് കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. കാരണം നമ്മുടെ ഈ സ്കേർട്ടിങ്ങിൻ്റെ ഇൻറ്റൻഷൻ തന്നെ നമ്മളൊരു ഫർണിച്ചേഴ്സ്, അതായത് ഇപ്പോൾ ചെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടിലായിക്കോട്ടെ, വാട്ടവർ ഫർണിച്ചേഴ്സ് നമ്മൾ ചുമരിനോട് അടുത്ത് നിർത്തുമ്പോൾ അതിൻ്റെ ലെഗ്സുകൾ വന്ന് ടച്ച് ആവുക നമ്മുടെ ഈ സ്കേർട്ടിങ്ങിലാണ്. സോ ഈ വാളിലോട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ആ വാള് ക്രാക്ക് ആക്കാനും, അതേപോലെ തന്നെ അവിടെ ഒരു പാച്ച് മാർക്ക് വരാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ തുടക്കുന്ന സമയത്ത്, ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോപ്പെല്ലാം ആ ടച്ച് വരിക ഇതേപോലെ നമ്മുടെ സ്കേർട്ടിങ്ങിലേക്കായിരിക്കും. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു പോർഷൻസ് വാളിൽ ടച്ച് ചെയ്യാതെ വാളിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതേപോലെ ഈ ഒരു ജോയിൻറ്റ് നമ്മൾ രണ്ട് സ്കേർട്ടിങ്ങൾ തമ്മിൽ മിനിമം ഒരു 3 mm സ്പേസിങ് കൊടുക്കണം. വാളൊരു എക്സ്പാൻഷൻ വരുമ്പോൾ ആ എക്സ്പാൻഷൻ ഈ സ്കേർട്ടിങ്ങിന് എന്തായിരിക്കും, അവിടെ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ടാവും. ഇതും നമുക്ക് ഫ്ലഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പഠിച്ച് മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആ ഭംഗിക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിനേക്കാൾ കൂടുതൽ അത് എന്തിന് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്കുണ്ടാവും മാക്സിമം ഒരു 1 year ആയിരിക്കും. പിന്നെ അതിൻ്റെ ഓരോ ഇഷ്യൂസുകൾ നമ്മൾ വാളിൽ കാണിക്കും. പക്ഷെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ നമുക്ക് ലോങ് ലൈഫായിട്ട് കിട്ടും. പിന്നീട് നമുക്കൊരു തലവേദനയായിട്ട് മാറില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.